നമസ്തേ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ജയപ്രകാശ്, മുംബൈ മലയാളി യൂട്യൂബ് ചാനലിൽ. ഇന്ന് നമ്മൾ ബിഗ് ടി വിയുമായിട്ട് ഒരു ചാറ്റിലാണ്. അത് ബിഗ് ടി വി എന്ന് പറയുമ്പോൾ ബിഗ് ടി വി 24/7 അവര് തെലുങ്കിൽ നിന്ന് പുതിയ നമ്മുടെ മലയാളം ചാനലിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്കറിയാം, പ്രശസ്തയായ സുജയ പാർവതി ഒരു തിരുവല്ലക്കാരിയാണെന്ന് അറിയുന്നതിൽ ഞാൻ ഏറെ അഭിമാനം കൊള്ളുന്നു. കാരണം ഞാനും ഒരു തിരുവല്ലക്കാരൻ. പിന്നെ അതിലും പല രീതിയിൽ ഇപ്പോൾ ആനുകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അഭിമാനം തോന്നുന്ന കാര്യങ്ങളിൽ ഒന്ന് അത്. പിന്നെ രണ്ട്, എനിക്ക് പറയാനുള്ളത്, ഇന്ന് തിരുവല്ലയിൽ നിൽക്കുന്ന NDA സ്ഥാനാർത്ഥി അനൂപ് ആന്റണി ജോസഫ്. അപ്പം എന്റെ സ്വദേശമായ തിരുവല്ലയിൽ ഇങ്ങനെ പ്രശസ്തർ വന്നു, ഞാൻ ഉൾപ്പെടെ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാനും ഒരു ചെറിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. അപ്പം അങ്ങനെ പറയാൻ കാര്യം, ഞാൻ എൻ്റെ പ്രൊഫഷൻ അധ്യാപനമായിരുന്നു. അത് ഞാൻ മുംബൈയില് വസൈ എന്ന് പറയുന്ന സ്ഥലത്ത് ജൂനിയർ കോളേജ് ഉള്ള സ്റ്റുഡൻസിനെ പഠിപ്പിക്കുകയായിരുന്നു. ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. ഇംഗ്ലീഷിലേക്ക് കടന്നു വന്നത് തന്നെ മുംബൈ ചെന്നതിന് ശേഷമാണ്. കാരണം ഇംഗ്ലീഷ് എൻ്റെ ഇഷ്ട വിഷയമായിരുന്നു, പ്രത്യേകിച്ച് ഗ്രാമർ. അപ്പം അതിൽ അധിഷ്ഠിതമായിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുവാനായിട്ട്, ഗ്രാമർ സ്പെഷ്യലൈസ് ചെയ്ത് പഠിപ്പിക്കുവാനായിട്ട് ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അധ്യാപകനായി ജോയിൻ ചെയ്തപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ തന്നെ എന്നെ ഉപദേശിച്ചു, താങ്കൾ ഒരു കാര്യം ചെയ്യും, മുംബൈ യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ രജിസ്റ്റർ ചെയ്യുക. അപ്പം BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കുക. ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ എനിക്കിവിടെ ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു താങ്കൾ. ഇല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ജോലിയായിട്ട് ചെയ്യണമായിരുന്നു. അപ്പൊ അങ്ങനെ സാലറിയും കൂട്ടിത്തരാമെന്നുള്ള ഒരു ഒരു താല്പര്യത്തിൽ ഞാൻ തീർച്ചയായും അദ്ദേഹത്തിന്റെ ഉപദേശം എടുത്തു. മുംബൈ യൂണിവേഴ്സിറ്റി കലീന ക്യാമ്പസിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്തു. പുസ്തകങ്ങളൊക്കെ അടുക്കിന് വാങ്ങിച്ചു. അപ്പൊ കുറെ കാലമായി ഞാൻ ബികോമിന് പഠിക്കുന്ന സമയത്ത് പോലും, ബികോം വരെ പഠിച്ചപ്പോഴും പുസ്തകങ്ങൾ കൊള്ളുന്ന ശീലം വലുതായിട്ടില്ല. കാരണം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതൊക്കെ അറ്റൻഡ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ സ്കോർ ചെയ്യും മാർക്ക് എന്നല്ലാതെ. പിന്നെ അത്യാവശ്യം ചില ട്യൂഷനിൽ കൂടെ സാധിച്ചിട്ടുണ്ട് പെട്ടെന്ന്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പം പുസ്തക വായന വളരെ കുറവായിരുന്നു. എന്തായാലും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് പുസ്തകം വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ട് പഠിപ്പിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഉച്ചവരെ പഠനം കഴിഞ്ഞു. വൈകുന്നേരം ഇതുപോലെ പഠിക്കാനായിട്ട് പലപ്പോഴും ആലോചിക്കുമെങ്കിലും അത് സാധിച്ചിരുന്നില്ല. എന്തായാലും പരീക്ഷ അടുത്ത് വന്നു, അതങ്ങനെ അടുത്ത് തലേക്കറി. അപ്പോൾ പുസ്തകം വായിക്കണമല്ലോ. എന്തായാലും ഉറക്കളച്ചിരുന്ന് പഠിച്ച പുസ്തകം ഞാൻ ഇംഗ്ലീഷിന്റെ ലിറ്ററേച്ചർ, ഷേക്സ്പിയർ ഡ്രാമയും അതിന്റെ വിശകലനവും ഒക്കെ ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. അതൊരു പുതിയ അറിവും കൂടിയായിരുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെ എത്ര നമ്മള് പ്രായം ചെന്നാലും പഠനം ഒരു രീതിയാക്കി, നമ്മുടെ ഒരു ഹോബിയാക്കി വെക്കാമെങ്കിൽ വായന തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുമെന്നുള്ള ഉത്തമ ഉദാഹരണം, തെളിവാണ് ഞാൻ തന്നെ. അപ്പൊ അങ്ങനെ ആ 3 വർഷം, അത് 3 വർഷമായിട്ടേ നമുക്കത് എടുക്കാനും സാധിക്കുകയുള്ളൂ. ഒരു വർഷം മുഴുവൻ നമ്മൾ തന്നെ പഠിച്ച്, അല്ലെങ്കിൽ അവരുടെ ക്യാമ്പസിൽ സൺഡേ അവർ വിളിക്കുന്നുണ്ട്, സാറ്റർഡേ സൺഡേ അവിടെ പോയിരിക്കണം. പക്ഷെ ഞാൻ അങ്ങനെ പോകാറില്ലായിരുന്നു. അപ്പോൾ എന്തായാലും അവര് ഇൻസ്ട്രക്ഷനൊക്കെ തരും, പഠിപ്പിക്കുകയൊക്കെ ചെയ്യും, അവിടെ അധ്യാപനമൊക്കെ നടക്കുന്നുണ്ടായി. ഞാൻ അതിന് പോകാറില്ലായിരുന്നു. കാരണം എൻ്റെ പ്രൊഫഷൻ ടീച്ചിങ് ആയിരുന്നുകൊണ്ട് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടു. വിളിക്കുന്നുണ്ട്. ജയപ്രകാശ്, നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം കേട്ടിരുന്നോ? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അനുഭവിക്കുന്ന ഒരു മാനസിക സമ്മർദ്ദത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോ അതെ, അവർക്ക് എന്തുകൊണ്ടാണ് ഇത്രയും മാനസിക സമ്മർദ്ദം വരുന്നത് എന്നാണ് ജയപ്രകാശ് വിചാരിക്കുന്നത്? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഞാനും അങ്ങനെ തന്നെ ഒരാളാണ്. ഞാൻ റിട്ടയർഡ് ലൈഫിലാണ് അത് ചെയ്യുന്നതേ ഉള്ളൂ. കാരണം ഓൾറെഡി നേരത്തെ തുടങ്ങിയതാണ്, അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതായത് യൂട്യൂബ് ചാനലുണ്ട് എനിക്ക്, മുംബൈ മലയാളി ആൻഡ് മുംബൈ ഓൺലൈൻ, 2 ചാനലുകൾ, ഹിന്ദി ചാനലാണ്. ഞാൻ പോസ്റ്റ് ചെയ്യാനുള്ള അങ്ങനെയൊന്നുമില്ല. നമ്മളങ്ങനെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടൈം ബൗണ്ട് പരിപാടിയൊന്നും ചെയ്യുന്നില്ല യൂട്യൂബിലേക്ക്. അങ്ങനെ ചെയ്താലേ നമുക്ക് റീച്ചൊക്കെ കൂടുള്ളൂ. അത് നമുക്കറിയാം. കാരണം അവർ തന്നെ നമ്മളെ ഒന്ന് എഡിറ്റ് ചെയ്യും യൂട്യൂബൊക്കെ ഇടയ്ക്ക് വിളിച്ചപ്പോൾ. പക്ഷെ അങ്ങനെയൊന്നും പറ്റാറില്ല. അതുകൊണ്ട് വലിയ സ്ട്രെസ്സിലോട്ട് വരാറില്ല എന്നുള്ളതല്ലേ ഉദ്ദേശിച്ചത്? അതായത് ജീവിതം വേറെ, അത് കഴിഞ്ഞിട്ട് ഫ്രീ ടൈമിൽ ഇത് ചെയ്യുന്നു, അങ്ങനെയാണോ? തീർച്ചയായും അത് അങ്ങനെ ചെയ്യാം. എന്റെ അഭിപ്രായം അത് തന്നെയാണ്. കാരണം നമ്മൾ പിന്നെ പാഷൻ ഉണ്ടായിരിക്കും നമ്മളിങ്ങനെ ഇത് ചെയ്യാനായിട്ട്. അത് വെറുതെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലും കുറച്ച് ഇത് കിട്ടിയാൽ മതി എന്ന് വെച്ച് റീച്ചോ ലൈക്കോ അതിൽ കാര്യമില്ല. അതാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം ഞാൻ ചെയ്യുന്ന അങ്ങനെയാണ്. ഞാനതിന്റെ വരുമ്പരായികളൊന്നും നോക്കാറില്ല. വീഡിയോ പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് ഇടാൻ നമുക്ക് സാധിക്കണമെങ്കിൽ
ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു ഗാഡ്ജറ്റ് ഒക്കെ ഭംഗിയായിട്ട് വാങ്ങിച്ച് കൃത്യമായിട്ട് ചെയ്ത് പോകുന്നവരാണെങ്കിൽ അതൊരു തൊഴിലായിട്ട് അവർക്ക് എടുക്കാൻ പറ്റും തീർച്ചയായിട്ടും. പക്ഷെ അതിനൊക്കെ ജീവിതം മാറ്റി വെച്ച് ചെയ്യരുത് എന്നുള്ളത്, അതായത് താങ്കൾ ഇപ്പൊ റിട്ടയർഡ് ലൈഫിലാണ് ചെയ്യുന്നത്, ഇതൊരു പാഷനായിട്ട് ഫണ്ണായിട്ട് ചെയ്യാം അല്ലെ? അതെ, ഞാൻ അങ്ങനെ പ്രൊഫഷൻ വെച്ചല്ല ചെയ്യുന്നത്. കാരണം ഞാൻ ശരിക്കും ബൈ പ്രൊഫഷൻ ഒരു ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു മുംബൈയില് ജൂനിയർ കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു കുട്ടികളെ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ആ സമയത്ത് എനിക്ക് സമയം ധാരാളം കിട്ടുമായിരുന്നു. കാരണം അവിടുത്തെ മുംബൈയിലാണ്. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, താങ്കളൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഈ റീൽ ചിത്രീകരണങ്ങളൊക്കെ കാണാറുണ്ടോ? അതായത് ഞാൻ എപ്പോഴും കാണാറുണ്ട് പുറത്തിറങ്ങി പോകുന്ന സമയത്ത്. ഞാൻ എറണാകുളത്താണ് എന്റെ വീട്. അപ്പൊ ഞാൻ എപ്പോഴും ഏതെങ്കിലുമൊക്കെ റീലിലൊക്കെ ഞാൻ വരുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. അങ്ങനെ വന്നിട്ടുമുണ്ട്. ഞാൻ വേറെ റീലുകളിൽ അങ്ങനെ പലരും വരാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പക്ഷെ സൂക്ഷിച്ച് വേണം ചെയ്യാനെന്നാണ് എന്റെ അഭിപ്രായം. കാരണം നമ്മള് പെട്ടെന്ന് കയറി ഒരാളെ അങ്ങനെ കവർ ചെയ്ത് പിടിക്കുമ്പോൾ അവരുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ ചെയ്യും. അതെ, എന്റെ സഹോദരനും കുഞ്ഞും വന്ന സമയത്ത് ഒരു പോപ്പുലർ ആയിട്ടുള്ള വെരി ഫേമസ് ആയിട്ടുള്ള ഒരു ഒരു യൂട്യൂബ് കണ്ടന്ററിന്റെ ഇതില് അവനും കുട്ടിയും ഒരു റൈഡിൽ പോകുന്ന ഒരു ഇതുണ്ട്. അവരൊരിക്കലും ഫോട്ടോസ് ഒന്നും കൊണ്ടില്ലാത്ത ആളുകളാണ്. അവർക്ക് ഭയങ്കര വിഷമമായി അങ്ങനെ വന്നത്. എനിക്ക് അത് പറഞ്ഞപ്പോ ഓർമ്മ വന്നൊരു കാര്യം, ഈ കുഞ്ഞുങ്ങളെയൊക്കെ സോഷ്യൽ മീഡിയ അത് പ്രോബ്ലം തന്നെ. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ അങ്ങനെയൊക്കെയുള്ള പിന്നെ നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാല് അത് നമുക്ക് സ്റ്റോറി പറഞ്ഞാൽ ചിലപ്പോൾ അവർ ഡയറക്റ്റ് വിളിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ തീരാത്ത പ്രശ്നങ്ങളും കാണും അങ്ങനെ വീഡിയോയിൽ. അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനിയുള്ള കാലത്ത് ഇതിനൊക്കെ സ്ട്രിക്ട്നെസ് വരാൻ ചാൻസസ് കൂടുതലാണ്. നമ്മൾ സോഷ്യൽ അതെ ഇൻഫ്ലുവൻസർ ആണെന്നും പറഞ്ഞ് നമ്മൾ എവിടെയും കയറി എന്ത് ചെയ്യാന്ന് പറയുന്ന പരിപാടി ശരിയല്ല. അത് പ്രൈവസി ആണല്ലോ. നമുക്ക് ഫ്രീഡം എപ്പോഴും നമ്മൾ അനുഭവിക്കുന്നവരാണല്ലോ മനുഷ്യരെന്ന് പറയുമ്പോൾ. അപ്പൊ നമുക്ക് വളരെ കുറവാണെന്ന് വേണേൽ പറയാം. പക്ഷികളും മൃഗങ്ങൾക്കും ഒക്കെ ഉള്ള ഫ്രീഡം അത്രയും ഇല്ലല്ലോ മനുഷ്യർക്ക്. പക്ഷേ ഈ ഫ്രീഡം ഉള്ള ഫ്രീഡം നമ്മൾ എൻജോയ് ചെയ്തു പോകുന്നവരാ മനുഷ്യർ. അപ്പൊ തീർച്ചയായിട്ടും ഇത് നോക്കണം. പരസ്പരം എല്ലാവരുടെയും കംഫർട്ട് നോക്കണം. അതാണ് എന്റെ അഭിപ്രായം. ജയപ്രകാശ് പറഞ്ഞത് സമാനമായ ഒരു കാര്യമേ, ഈ കുഞ്ഞുങ്ങളെയൊക്കെ അതായത് മാതാപിതാക്കൾ കണ്ടന്റ് ചെയ്യുമ്പോൾ കുട്ടികളെ ഉൾപ്പെടുത്തുന്നത്, അതായത് കുട്ടികൾ തീരെ ചെറുതാണെങ്കിലും അവർ പ്രത്യേകം വ്യക്തികളാണല്ലോ. അപ്പൊ അവരുടെ അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ ഒരു കൺസെന്റ് ഒക്കെ എടുക്കാതെ കുട്ടികളെ കൂടി കണ്ടന്റിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ജയപ്രകാശിന്റെ അഭിപ്രായം എന്താണ്? അങ്ങനെ കണ്ടന്റിൽ കൊണ്ടുവരുന്നാൽ ഒരു റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട് യൂട്യൂബ്. മറ്റുള്ളവരെ എനിക്കറിയില്ല. ഇപ്പൊ മീറ്റയൊക്കെ പ്രൈവറ്റൈസ് ചെയ്തിട്ടാണ് ഇങ്ങനെ FB ഒക്കെ പോസ്റ്റ് ചെയ്യുക. FB ഒക്കെ മീറ്റയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അതെനിക്കറിയില്ല. യൂട്യൂബ് പ്രൈവറ്റ് കമ്പനിയാണ്. ബട്ട് അവരുടെ സ്ട്രിക്ട്നെസ് ഒന്ന് വേറെയാണ്. അവർ ഗൈഡ് ലൈൻസ് ഒക്കെ നമുക്ക് തരാറുണ്ട്. ഇങ്ങനെയൊക്കെ കണ്ടന്റ് നമ്മൾ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കൂ എന്ന്. കാരണം അവരതിന് നമുക്ക് പണിഷ്മെന്റും തരാറുണ്ട്. ചിലപ്പം അതിന് അവര് എഡ്യൂക്കേഷൻ തരാറുണ്ട്. അവര് നമ്മളെ പറഞ്ഞ് ഇതൊക്കെ ചെയ്യുന്ന അറിയാനിക്കുള്ളൂ. ഇതെല്ലാം അറിയില്ലാഞ്ഞിട്ടല്ല, ആളുകളൊക്കെ ചെയ്യാണ്. അപ്പൊ ജയപ്രകാശ് ഒരുപാട് സന്തോഷം. ഇനിയും ഇങ്ങനെ നമ്മുടെ വിഷയങ്ങളിൽ പ്രതികരിക്കാനായി വിളിക്കണം. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ജയപ്രകാശിന്റെ പേര് പറഞ്ഞു. അയ്യോ, രേണു അമല. ഞാൻ രേണു, അതാണ് എനിക്കറിയാം. രേണു ജയപ്രകാശ് എന്റെ മോടെ പ്രായ കാണുന്നത്. നല്ല സ്വീറ്റ് കൊച്ച. അപ്പൊ ശരി ജയപ്രകാശ്, സീ യു. കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും അതൊക്കെ ഉപരി നമുക്ക് നല്ല വീഡിയോകൾ ഉണ്ടാകണം. നിങ്ങളുടെ സഹകരണം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ചാറ്റിങ്ങിലേക്ക് വരാം. താങ്ക് യു.